ഹലോ എവരി വൺ, ഇത് ആണ് എൻ്റെ മദർ-ഇൻ-ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇടാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ഫുഡ് പ്ലാൻ, അതായത് അമ്മ എനിക്ക് ഓരോരോ കാര്യങ്ങൾ കഴിക്കാനായിട്ട് കൊണ്ടുതരുന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പം അതിൻ്റെ കമൻസ് ആയിട്ട് കുറേ പോസിറ്റീവ്സും കുറേ നെഗറ്റീവ്സും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ കമൻസിനോടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആണിത്. കഴിഞ്ഞ ദിവസം ഞാൻ അമ്മ എനിക്ക് ഫുഡൊക്കെ കൊണ്ടുതരുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോക്ക് കുറേ അധികം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ അത് കണ്ടു എന്ന് ഞാൻ വിചാരിക്കും. പിന്നെ കുറച്ച് കമൻസ് ഒക്കെ ഞാൻ കാണിക്കുകയും ചെയ്തു. കുറേ പോസിറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു. അമ്മ നല്ല അമ്മായിമ്മയാണ്, എനിക്ക് തരുമോ, പിന്നെ അതേപോലെ അമ്മയെ നന്നായിട്ട് നോക്കണം ഹെൽത്ത് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ആ കമൻസിനോടൊക്കെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? നല്ല കമൻസിനൊക്കെ നന്ദി. അത് പറയാൻ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കോഴിക്കോട് ഭാഗത്ത് ഒരുവിധ അമ്മായിമ്മമാരൊക്കെ ഇങ്ങനെയാണെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ സൈഡിലും എൻ്റെ അമ്മയുടെ സൈഡിലും ഉള്ള കുടുംബത്തിലൊക്കെ കണ്ടിട്ടുള്ളത്. അത് കണ്ട് വളർന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. പിന്നെ നീ ഒരു പ്രോബ്ലം ഗേൾ അല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് നോക്കാനും എളുപ്പമുണ്ടായിരുന്നു. ആദ്യമൊന്നും ഞാൻ നിന്നെ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, കാരണം നീ ഒരു ഫുഡി ആയിരുന്നു. അപ്പം നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ കഴിക്കുമായിരുന്നു. പിന്നെ പ്രഗ്നൻ്റ് തുടങ്ങിയപ്പോഴാണ് നീ 1-2 മാസമായപ്പം ഛർദിയൊക്കെ ആയപ്പം നമ്മൾ നോക്കുമ്പം കുട്ടിക്ക് വെയിറ്റ് ഇല്ല. അത് കണ്ടപ്പം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഇവൾ മുട്ട കഴിക്കില്ല, പാല് കഴിക്കില്ല. കാരണം അതൊക്കെ ഇവക്ക് ഛർദിയും ഇവക്ക് ഇഷ്ടമില്ലാത്ത ഫുഡിൽ പെട്ടതാണ്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതാണ് കുട്ടിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന മെയിൻ ഫുഡ്. അപ്പം പിന്നെ ഞാൻ ഇടപെട്ട് അതങ്ങ് കുടിപ്പിക്കാൻ തുടങ്ങിയപ്പം നീ പരിഭവമൊന്നും പരാതിയില്ലാണ്ട് കഴിക്കാനും തുടങ്ങി. അതിൻ്റെ ഗുണം നമ്മൾ കാണുകയും ചെയ്തു. ഇനി ആ വീഡിയോയിൽ കുറച്ച് വേറെ ടൈപ്പ് ഓഫ് കമൻസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ വീഡിയോയിൽ അമ്മേനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ മദർ-ഇൻ-ലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു. കാരണം എൻ്റെ അമ്മയും ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം ആൾക്കാർക്ക് കൺഫ്യൂസ്ഡ് ആവണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മദർ-ഇൻ-ലോ എന്ന് ആദ്യം. പിന്നെ അത് മാത്രമല്ല, അമ്മേനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വീഡിയോയിൽ കാണിക്കുന്നത്. പക്ഷെ ചില ആൾക്കാർ അതൊരു വലിയ അപരാധമായിട്ടാണ് പറയുന്നത്. മദർ-ഇൻ-ലോ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു നെഗറ്റീവ് വേർഡ് ആണോ എന്ന് ഞാൻ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. അമ്മയ്ക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? പറയാനുള്ള എന്താ വെച്ചാൽ, നീ അങ്ങനെ പറയുമ്പോഴും അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ നമ്മുടെ റിലേഷനും അങ്ങനെയല്ലേ, അത് അങ്ങനെ തന്നെ കണ്ടാൽ പോരെ അല്ലേ? പിന്നെ ഓരോ വീടുകളിലും അമ്മായിമ്മ മരുമകൾ പ്രശ്നം ഉണ്ടാകുമ്പം അവർ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് അവസാനം എത്തിപ്പെടുന്ന അവിടെയാണ്. അവിടെ ചോദിക്കുമ്പോൾ അവരും പറയുന്ന അങ്ങനെയാണ്. പിന്നെ ഞാൻ എൻ്റെ മകളായിട്ട് അവളെ കണ്ടിട്ട് അവൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, എന്തിനും മകളായി കാണാൻ പോയി, മരുമകളായി കണ്ടാൽ പോരെ. അത് തന്നെയാണ് എൻ്റെയും പോളിസി. പിന്നെ ഞാൻ ഓർക്കുന്ന മറ്റൊരു കാര്യം, അവൾ മരുമകളാണെങ്കിലും എൻ്റെ ഒരു അംശം തന്നെയാണ് അവൾ കൂടെ എൻ്റെ മകൻ്റെ കുട്ടിയായിട്ട് വരുന്നത്. അപ്പം ആ ഒരു സ്നേഹം എനിക്ക് എപ്പോഴും ഉണ്ടാവൂലേ. പിന്നെ അതിൽ വന്ന ചില കമൻസ് ഞാൻ കഴിക്കുന്നതിനെ പറ്റിയായിരുന്നു. എന്തിനാണ് ഇത്രയും കഴിക്കുന്നത്? തിന്നാൻ വേണ്ടിയാണോ ജീവിക്കുന്നത്? ഈ പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും തിന്നാൻ പാടില്ലേ? അപ്പം അമ്മ കൊണ്ട് തരുന്നത് ഞാൻ കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിനെപ്പറ്റി അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി പറയാനാണെങ്കിൽ, പൊതുവേ നീ ഫുഡിയായിരുന്നു, അതുകൊണ്ട് തന്നെ കഴിപ്പിക്കേണ്ട ഒരു ജോലി ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ കഴിച്ചിട്ടും നമ്മൾ ലേബർ റൂമിൽ നിന്ന് പുറത്ത് വന്ന് കുറച്ച് കഴിഞ്ഞപ്പം കുട്ടിക്ക് വെയിറ്റ് കുറവാണ്. കുട്ടി ഒരു ചെറിയ കുട്ടിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇമ്മച്വർ ബർത്ത് ആയതുകൊണ്ട് വെയിറ്റ് ഗെയിൻ ചെയ്ത് തന്നെ പറ്റും. അപ്പം ഞാൻ നോക്കിയിട്ടില്ലെങ്കിൽ നീ അത് ചെയ്യേയില്ല. പിന്നെ നീ നോർമലി ഒരു നോൺ വെജ് ലവറാണ്, അതുകൊണ്ടാണ് നിനക്ക് നോൺ വെജ് ഫുഡ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നീ കഴിക്കൂല, കഴിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ആ കുട്ടിക്ക് കാണുകയും ചെയ്യും. അതുകൊണ്ടാണ് തരുന്ന ഭക്ഷണമൊക്കെ നീ കഴിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഒരു മാസത്തേക്ക് നോൺ തൊടിയിക്കില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ നീ ഒന്നും കഴിക്കാണ്ടായിപ്പോ അത് കുട്ടിക്ക് എഫക്റ്റും ചെയ്യും. അതുകൊണ്ടാണ് ഞാനിത് നന്നായിട്ട് നോക്കുന്നത്. അതിലെ കുറച്ച് കമൻസ് എന്ന് പറയുന്നത്, ചില ഫുഡുകളൊക്കെ നമുക്ക് പോസ്റ്റ് ഡെലിവറി കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ചിലർ പ്രോൺസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് താല്പര്യമുള്ള കുറേ ഫുഡുണ്ട്, പക്ഷേ അതൊന്നും ചിലപ്പം ഈ പോസ്റ്റ് ഡെലിവറിയിൽ കഴിക്കാൻ പാടില്ലാത്ത ഫുഡുകളുണ്ട്. അപ്പം അത് അമ്മ എനിക്ക് തരുന്നുമുണ്ട്. പക്ഷെ അതിനകത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് തരുമ്പോൾ. അതിനെപ്പറ്റി അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി പറയാനാണെങ്കിൽ, നീതു ഇവിടെ ജനിച്ചു വളർന്ന കുട്ടിയല്ല. അവൾ കുവൈറ്റിലാണ് ജനിച്ചതും കുറച്ച് നാളൊക്കെ അവിടെയാണ് വളർന്നത്.
അപ്പം നമ്മുടെ ഫുഡിൻ്റെ കൾച്ചറും അവരുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. അവൾ ജീരകവെള്ളം എന്താണെന്ന് കാണുന്ന തന്നെ എൻ്റെ അടുത്ത് വന്നിട്ടാണ്. നമ്മൾ ഈ പ്രസവം കഴിഞ്ഞാൽ ഇവർക്ക് അധികം ജീരകവെള്ളം കുടിക്കാൻ കൊടുക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ ശല്യം വല്ലാണ്ടുണ്ടാവും. അത് ഒഴിവാക്കാനാണ് അത് കൊടുക്കുന്നത്. അത് ഞാൻ അന്നേരം കൊടുത്ത് ശീലിപ്പിച്ചപ്പം അവൾ ആ ശീലത്തിലോട്ട് വന്ന്. പിന്നെ അവൾക്ക് നോൺ വെജൊക്കെ വരുമ്പോൾ കപ്പയൊക്കെ അവളുടെ ഫേവററ്റാണ്. അത് കണ്ടാൽ അവൾ എങ്ങനെയായാലും കഴിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും, കപ്പ ഉണ്ടാക്കുമ്പം അവളെ ഇഷ്ടത്തിന് എതിര് നിൽക്കാണ്ട് കപ്പ ഉണ്ടാക്കുമ്പം അതിൽ ജാതിക്കേൻ്റെ ഒരു കഷ്ണവും കൂടി ഇടും കപ്പ ഉണ്ടാക്കുന്ന വെള്ളത്തിൽ. അപ്പോൾ ആ ഗ്യാസ് അങ്ങനെ പോകും. അങ്ങനെ ഓരോ ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഞാൻ ഇവക്ക് ഗ്യാസ് വരാണ്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യും. അവൾക്ക് ഗ്യാസ് വന്നാൽ അത് കുട്ടിക്കും ബാധിക്കും. പിന്നെ കുട്ടിക്കും പ്രശ്നമായിട്ട് നമ്മൾ അതിനെയും കൊണ്ട് നടക്കണം. അതൊക്കെ ഒഴിവാക്കാൻ ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും അതോടൊപ്പം ഭക്ഷണം ഹെൽത്തി ആയിരിക്കണം. അങ്ങനെയാണ് ഞാനത് ഉണ്ടാക്കാറ്. പിന്നെ വന്നൊരു കമൻ്റ് ആയിരുന്നു, സി സെക്ഷൻ കഴിഞ്ഞാൽ ആരാ പറഞ്ഞത് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, ഇറങ്ങാൻ പറ്റില്ല, അവളൊരു കെട്ടില്ലമ്മ, മേളിൽ കൊണ്ടുപോയി ഫുഡ് കൊടുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് കയറണ്ടെങ്കിൽ കയറണ്ട, കയറണമെങ്കിൽ കയറാം. എൻ്റെ അനുഭവത്തിൽ ഞാനൊരു ദിവസം പോലും ബെഡ് കിടന്നിട്ടില്ല. ഞാനിങ്ങനെ എപ്പോഴും എഴുന്നേറ്റ് നടക്കുകയായിരുന്നു. എന്നിട്ട് നേഴ്സ് വന്ന് പറയും ഡോക്ടർ വരുന്നുണ്ട്, നിങ്ങൾ പോയി കിടക്ക്. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. പിന്നെ ഇവളെ ഡിസ്ചാർജ് ചെയ്ത് വരുമ്പം ഡോക്ടർമാർ പറഞ്ഞിരുന്നു 1 മാസത്തോളം പിന്നെ അനങ്ങാണ്ട് കിടക്കാനും ഇതൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനെന്തിനാണ് ഒരു പരീക്ഷണത്തിന് നിൽക്കുന്നത്, അതങ്ങോട്ട് അനുസരിച്ചേക്കാം. അതിപ്പം നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നടക്കുന്ന കാര്യമല്ലേ. പിന്നെയാണെങ്കിൽ അങ്ങനെ നിൽക്കുമ്പോൾ അവൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമ്മളും ഹാപ്പി അല്ലേ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. മറ്റു ചില കമന്റ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ വീഡിയോയിൽ ഇഷാനി മൻവി ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവരും വിചാരിക്കുന്ന ഈ 3 ആൾക്കാരും എൻ്റെ കുട്ടികളാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ശരിക്കും അല്ല. ചെറിയ മാവ മാത്രമാണ് എൻ്റെ കുട്ടി ഇപ്പം വന്നത്. മറ്റേ 2 പേരും എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടികളാണ്. അപ്പോൾ ഇവരെല്ലാവരും നോക്കുന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ എല്ലാവരും നോക്കുന്നതിൽ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ലൈഫ്? ടൈം പാസ് ആണോ? ഇപ്പം ഞാൻ ശരിക്കും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഈ എല്ലാ കുട്ടികളും തമ്മിൽ 11 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. എൻ്റെ മോള് ഒരു പീഡിയാട്രീഷ്യനാണ്. അപ്പോൾ അവള് ഇപ്പോഴാണ് 2ാമത്തെ പ്രസവത്തിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ടാണ് അവള് 2ാമത്തെ ജോലിക്ക് പോയി തുടങ്ങുന്നത്. അപ്പം ഈ കുട്ടികളെയൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്. വീട്ടിൽ സഹായത്തിന് ഒരാളുണ്ട്. അവര് പക്ഷെ കുട്ടികളെ കാര്യമല്ല ശ്രദ്ധിക്കാറുള്ളത്. ക്ലീനിങ്ങും അത്യാവശ്യം കുക്കിങ്ങും ആണ് ചെയ്യാറ്. ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. എൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവരെയൊക്കെ നന്നായി പരിപാലിക്കാനുള്ള ഒരു അവസരം ഇന്ന് വരെ ഭഗവാൻ തന്നിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ സന്തോഷം. നമ്മളുടെ വീഡിയോയിൽ വന്ന കമൻസിനൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പൊതുവേ അങ്ങനെ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കാത്ത ഒരാളാണ് അമ്മ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കിനെ ആൾ വന്നു. അപ്പോൾ അതെനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് അമ്മയുടെ അടുത്ത്. അപ്പം ഞാൻ ഒന്നുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതാണ് എൻ്റെ മദർ ഇൻ ലോ, ബ്രാക്കറ്റിൽ അമ്മ. ആളുടെ പേര് ശാലിനി എന്നാണ്.